അങ്ങനെ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആപ്പിളിൻ്റെ ഈ വർഷത്തെ 2022 ഏറ്റവും ആദ്യത്തെ ഇവൻ്റ് ആയിട്ടുള്ള ആപ്പിൾ സ്പ്രിംഗ് ഇവൻ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് അവസാനിച്ചത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു ലീക്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രൊഡക്റ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ പുതിയ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഇവൻറ്റിൽ കണ്ടത്, അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആപ്പിളിൻ്റെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളെ ആപ്പിൾ TV പ്ലസിൻ്റെ പുതിയ ആപ്പിൾ സർവീസിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. ആപ്പിൾ TV പ്ലസ് ആപ്പിൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമേ ലോഞ്ച് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ വെച്ച് അഡീഷണൽ ആയിട്ട് ഫ്രൈഡേ നൈറ്റ് ബേസ്ബോൾ എന്ന് പറഞ്ഞൊരു പുതിയ സീരീസും കൂടെ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ iPhone 13 ലൈനപ്പിലെ രണ്ട് പുതിയ കളേഴ്സാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിരുന്നു iPhone 12 മാത്രം, 12 പ്രോയ്ക്ക് ഒഴികെ 12 മാത്രമായിരുന്നു ആപ്പിൾ ഒരു പുതിയ പർപ്പിൾ കളർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത്തവണ ആപ്പിൾ ലോവർ എൻഡ് മോഡൽസിനും ഹയർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള 13 പ്രോയ്ക്കും 13നും ഒരേപോലെ ഒരു ഗ്രീൻ കളറാണ്, പുതിയൊരു ഗ്രീൻ കളറാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ 13 വരുന്നത് നോർമൽ ഗ്രീൻ, 13 പ്രോയിൽ വരുമ്പോൾ അത് ആൽപൈൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറിലാണ് അറിയപ്പെടുന്നത്. പ്രൈസിലോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിലോ അതിൻ്റെ ഇൻറ്റേർണൽ സ്പെക്സിലോ ഒരു ഡിഫറൻസും ഇല്ല. ആകെ ഒറ്റ ഡിഫറൻസ് ഉള്ള ഒരു പുതിയ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് ഈ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇവൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് iPhone SE തേർഡ് ജനറേഷൻ. അപ്പോൾ പുതിയ തേർഡ് ജനറേഷൻ iPhone SE ആണ് വന്നിരിക്കുന്നത്. ഇതിലും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട പോലെ തന്നെ 64, 128, 256 ഈ 3 ഓപ്ഷൻസ് ആണ് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ അവൈലബിൾ. പിന്നീട് കളേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മിഡ് നൈറ്റ്, സ്റ്റാർലൈറ്റ്, അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ് ഈ 3 കളർ ഓപ്ഷൻസ് ആണ് അവൈലബിൾ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 43,900 പിന്നീട് ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ റൂമർ വീഡിയോയിൽ കണ്ട പോലെ തന്നെ യാതൊരു ഡിസൈൻ ചേഞ്ചസും iPhone SE തേർഡ് ജനറേഷൻ ഇല്ല. ആകെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണലാണ്. ഇൻറ്റേർണലിൽ ആപ്പിൾ A15 നിലവിലെ ആപ്പിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആയിട്ടുള്ള iPhone 13 ലൈനപ്പിൽ ഉള്ള സെയിം A15 എന്ന് പറഞ്ഞ ചിപ്പാണ് ആപ്പിൾ ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിതിലെ 5G ആപ്പിൾ നിലവിലെ ലൈനപ്പിലുള്ളവർ തന്നെ 5G ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് റാമിൻ്റെ കാര്യം പറയുമ്പോൾ ബേസ് മോഡൽ iPhone 13 വന്നിരിക്കുന്നത് A15 4GB റാമും A15 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും 4GB റാം തന്നെയാണ് ലഭിക്കുന്നത്. പിന്നീട് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ ഇതിനകത്തുള്ള സ്ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു A15 വന്നുകൊണ്ട് തന്നെ നമുക്ക് ലേശം കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി പെർഫോമൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ 2 hours എക്സ്ട്രാ നമുക്ക് iPhone സെക്കൻഡ് ജനറേഷനിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ 2 hours എക്സ്ട്രാ ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് ഓൺ പേപ്പർ പറയുന്നുണ്ട്. പിന്നീട് ക്യാമറയുടെ കാര്യം പറയുമ്പം നമുക്ക് ആ ഒരു iPhone SE സെക്കൻഡ് ജനറേഷനിൽ ആ ഒരു ഷാസിയിൽ യാതൊരു ഡിഫറൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള 7 MP ക്യാമറയും ബാക്കിൽ 12 MP ആ ഒരു 1.8 ആപ്പർച്ചറുള്ള ലെൻസും അല്ലെങ്കിൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ഈ ഒരു ക്യാമറയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എൻ്റയർ ക്യാമറ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് മോഡ് ഇതിൽ സപ്പോർട്ടഡ് അല്ല. പക്ഷേ സോഫ്റ്റ്വെയർ പരമായിട്ട് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം A15 ഉള്ളതുകൊണ്ട് അതിലൊന്നാമതാണ് നമ്മളെ സ്മാർട്ട് HDR4 ഇതിൽ സപ്പോർട്ടഡ് ആണ്. അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇതിലും സപ്പോർട്ടഡ് ആണ്. വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നിലവിൽ നിങ്ങളൊരു iPhone 6s 7, 8 ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹോം ബട്ടൺ ഉള്ള അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള ഫോണുകൾ യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു ഡിവൈസ് ആയിരിക്കും ഇത്. ഒരിക്കലും ഞാൻ പറയുവാണ്, വീണ്ടും എടുത്തു പറയാം, iPhone SE തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ല. അത് വളരെ മിനിമലായിട്ട് വളരെ ലൈറ്റായിട്ട് iPhone അല്ലെങ്കിൽ iOSൻ്റെ ടേസ്റ്റ് ഒന്ന് അനുഭവിക്കണമെന്നുള്ളവർക്ക് പറ്റുന്നൊരു ഡിവൈസാണ്. അതൊരിക്കലും നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് യൂസറിന് പറ്റുന്നൊരു ഡിവൈസ് അല്ല iPhone SE തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് നാലാമത് ഇവൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു പ്രോഡക്റ്റാണ് നമ്മളുടെ പുതിയ iPad Air 5th ജനറേഷൻ. ഇത് 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഗ്രേ, സ്റ്റാർലൈറ്റ്, പിങ്ക്, ബ്ലൂ ആൻഡ് പുതിയ പർപ്പിൾ കളറ്. നമ്മുടെ iPad miniയിൽ കണ്ടുവന്ന പോലെ സെയിം പർപ്പിൾ കളറാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യം പറയുമ്പോൾ iPad miniയിൽ ആപ്പിൾ എന്താണോ ചെയ്തത് അതേ ട്രിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 64 ഉണ്ട്, 128 ഇല്ല, പിന്നെ ഉള്ളത് 256 ആണ്. അതുകൊണ്ട് തന്നെ 64, 256 ഈ 2 ഓപ്ഷൻസേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ iPad വാങ്ങാൻ നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഈ ഒരു iPad Air വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. കാരണം ഇതിൽ വന്നിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമുക്കറിയാം iPad Proയിൽ നിലവിലുള്ള iPad Proയിൽ വന്നിരിക്കുന്ന സെയിം M1 ആണ് വന്നിരിക്കുന്നത്. എക്സാക്ട് സെയിം M1 പ്രോസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. യാതൊരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊന്നും നമ്മൾ നഷ്ടപ്പെടുന്നില്ല അവിടെ. ആകെ ഒരു വ്യത്യാസം iPad Proയിൽ നമുക്ക് മിനി LED ആണ്, ഇതിൽ നമുക്ക് LCD ഡിസ്പ്ലേ ആണ് നിലവിലുള്ള iPad Airലുള്ള ആ ഒരു സെയിം ഡിസ്പ്ലേ. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്.
കാരണം A14 നേരെ M1ലേക്ക് iPad Air വന്നേക്കുന്നത്. സോ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ iPad Air 5th ജനറേഷൻ വാങ്ങുന്നവരോട് ഒരു കാര്യം പറയും, വാങ്ങുന്നുണ്ടെങ്കിൽ 256 വേരിയൻ്റ് എടുക്കാവുള്ളൂ. കാരണം M1 വന്നേക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ടാസ്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു iPad മിനിയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, എന്ത് കാര്യങ്ങളും. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് A to Z വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു iPadൽ. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇതിൽ ഇമ്പ്രൂവ് ചെയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ USB Type-C ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ്. ഇപ്പം നിലവിലുണ്ടായിരുന്നേക്കാളും ട്രാൻസ്ഫർ റേറ്റ് ഹയർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡബിൾ സ്പീഡിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ്, നിങ്ങൾ Type-C ഉപയോഗിച്ച് ഹാർഡ് ഡ്രൈവിൽ നിന്ന് എന്തെങ്കിലും കോപ്പി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഡിസൈൻ്റെ കാര്യത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല. നിലവിലുണ്ടായിരുന്ന iPad Airൻ്റെ സെയിം ഷാസി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എക്സെപ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ കഴിഞ്ഞ വർഷത്തെ എയറിൽ ഇല്ലാത്തൊരു കാര്യമാണ്, ഈവൻ iPad മിനിയിൽ, പുതിയ iPad മിനിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സെൻറ്റർ സ്റ്റേജ്. കാരണം ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അല്ലായിരുന്നു ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് iPad Air 4th ജനറേഷനിൽ. തവണ വന്നപ്പം ആപ്പിൾ അത് ഫിക്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റർ സ്റ്റേജും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് iPad Airനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഈ അഞ്ചാമതായിട്ട് നമ്മുടെ ഇവൻറ്റിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുതിയ മാക്കാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ലീക്ക് വീഡിയോസിൽ, റൂമേഴ്സ് വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു Mac Pro ആണ്, M2 പ്രോസസ്സർ വരുന്നത്. പക്ഷേ അതൊന്നുമല്ല ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു പ്രോസസ്സർ, അതായത് M1 Ultra എന്ന് പറയുന്ന ഒരു പുതിയ പ്രോസസ്സർ ആപ്പിൾ ഇതിൽ ആഡ് ചെയ്തു, M1 ലൈനപ്പിൽ ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ മാക്കിൻ്റെ ലൈനപ്പിൽ പുതിയൊരു ആളെയും കൂടെ, അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസും കൂടെ, Mac Studio എന്ന് പറയുന്നൊരു പുതിയ പ്രോഡക്റ്റും കൂടെ ആപ്പിൾ ആഡ് ചെയ്തു. ഈ ഒരു M1 Ultraനെ പറ്റി പറയുവാണെങ്കിൽ 2 M1 Max ചിപ്പ് അല്ലെങ്കിൽ പ്രോസസ്സർ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ എന്താണോ അതാണ് M1 Ultra എന്ന് പറയുന്നത്. അതായത് ഡ്യുവൽ CPU കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു Mac Studio എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റ് വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരെ മാത്രം കണ്ടുകൊണ്ട് ആപ്പിൾ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് നമുക്ക് നോർമൽ യൂസിനോ അല്ലെങ്കിൽ നോർമൽ ആൾക്കാർക്കോ വേണ്ടിയുള്ളതേ അല്ല. വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ്, ഓഡിയോ എഡിറ്റിംഗ്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഡെവലപ്പിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി റിലീസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തേക്കുന്ന പുതിയ പ്രോഡക്റ്റാണ് ഈ ഒരു Mac Studio എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസൈൻ നിങ്ങൾ ഈ കാണുന്ന പോലെ മേളിൽ നിന്ന് നോക്കുമ്പോൾ Mac Mini ആണെന്ന് തോന്നത്തുള്ളൂ. പക്ഷേ സൈഡ് വൈസ് നോക്കുമ്പോൾ ഒരു 2 Mac Mini സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ് കൂളിങ്ങിന് വേണ്ടിയുള്ളൊരു ഏരിയ ആണ്. അതിലാണ് ഫാന്, അതിൻ്റെ വെൻറ്റിലേഷൻ, അതിൻ്റെ എയർ സർക്കുലേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കൃത്യമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇതുപോലൊരു ഡിസൈൻ അതിൽ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം ഏറ്റവും അവസാനം ഈ ഒരു Mac Studio പ്രൈസ് എന്ന് പറയുന്നത് 1,89,900 ആണ്. പിന്നീട് ഈ ഒരു ഇവൻറ്റിലെ ഏറ്റവും അവസാനത്തെ പ്രോഡക്റ്റായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആപ്പിളിൻ്റെ പുതിയ 27-inch 5K മോണിറ്ററാണ്. ആപ്പിളിൻ്റെ XDR ഡിസ്പ്ലേ ലൈനപ്പിലെ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ഈ ഒരു ഡിസ്പ്ലേ. ഇതിനകത്ത് ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. കാരണം 1,59,900 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനോടുള്ളൊരു താല്പര്യമേ പോവും. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉണ്ട്. അത് അൾട്രാ വൈഡ് ക്യാമറ ആണ്. അതിൽ സെൻറ്റർ സ്റ്റേജ് സപ്പോർട്ടറാണ്. നിങ്ങൾക്ക് ഏത് ഡിവൈസ് കണക്ട് ചെയ്താലും ഈ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ 3 array മൈക്ക് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു 6 സ്പീക്കേഴ്സാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആപ്പിളിൻ്റെ സൈറ്റിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണ് താല്പര്യം ഉള്ളവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഇവൻറ്റിൽ ആപ്പിൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.